നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കൂട്ടുകാരെ, നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണോ? എന്നാൽ ഞാൻ ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി ഒരു കഥ പറഞ്ഞു തരാം. കൂട്ടുകാരെ, പണ്ട് നടന്ന ഒരു സംഭവമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഗലീലയിലെ കാനാവിൽ വെച്ച് നടന്ന ഒരു വലിയ കല്യാണം നന്നായി നടക്കുകയായിരുന്നു. അവിടെ ആ കല്യാണത്തിന് നമ്മുടെ യേശുവിനെയും യേശുവിൻ്റെ അമ്മ മറിയയെയും യേശുവിൻ്റെ സഹോദരങ്ങളെയും വിളിച്ചിരുന്നു. അവരെല്ലാവരും കല്യാണത്തിന് പോയി. കൂട്ടുകാരെ, നമ്മുടെ കല്യാണത്തിന് പോകുമ്പോൾ അവർക്ക് എന്ത് വിഷമമുണ്ടായിരിക്കും അവിടെയുള്ള ആഹാരം തീർന്നു പോയാൽ. കൂട്ടുകാരെ, അന്നും അതുപോലെ ആയിരുന്നു. അന്ന് അവിടുത്തെ പ്രധാന ആഹാരമായിരുന്നു വീഞ്ഞ് തീർന്നു പോയി. അവിടെ എങ്ങും വാങ്ങുവാൻ കിട്ടില്ലായിരുന്നു. ആരുടെ കയ്യിലും വീഞ്ഞില്ല. എല്ലാ ആൾക്കാരും ഒരുപാടുണ്ട്. ഇനിയും കഴിക്കാൻ കുറേ പേരുണ്ട്. എല്ലാവർക്കും തികയില്ല കൂട്ടുകാരെ. അവിടെ വീഞ്ഞ് തീർന്നു പോയി. ഈ കാര്യം വീട്ടുകാർ യേശുവിൻ്റെ അമ്മ മറിയയോട് പറഞ്ഞു. യേശുവിൻ്റെ അമ്മ വളരെ ദുഃഖിച്ചു. യേശുവിൻ്റെ അമ്മ യേശുവിനോട് പോയി പറഞ്ഞു, യേശുവേ, ഇവിടെ വീഞ്ഞ് തീർന്നു പോയി. ഇനി എന്തു ചെയ്യും യേശുവേ? നീ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ യേശു പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് യേശു മറുപടി പറഞ്ഞു. അങ്ങനെ മറിയ പോയി ശുശ്രൂഷക്കാരോട് പറഞ്ഞു, യേശു എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. അവന് എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങനെ തന്നെ ചെയ്യണമെന്ന് കൂട്ടുകാരെ യേശുവിൻ്റെ അമ്മ മറിയ പോയി പറഞ്ഞു. അതേ ശരി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ യേശു അവിടെ വന്നു. യേശു വന്നപ്പോൾ അവിടെ പുറത്തായി 6 കൽപ്പാത്രങ്ങൾ ഉണ്ടായിരുന്നു. ആ കൽപ്പാത്രത്തിൽ 2-3 പറ വീതം വെള്ളം കൊള്ളും. യേശു അവരോട് പറഞ്ഞു, ഇതിൽ വെള്ളം നിറപ്പീൻ എന്ന് പറഞ്ഞു. അവർ പറ്റുന്നിടത്തോളം 6 കൽപ്പാത്രങ്ങളിലും 2-3 പറ വീതമുള്ള 6 കൽപ്പാത്രങ്ങളിലും വെള്ളം നിറച്ചു. അവർ വെള്ളം നിറച്ചു വക്കോളം നിറച്ചു. യേശു സ്വർഗത്തിലേക്ക് നോക്കി പിതാവിനോട് സംസാരിച്ചു, പ്രാർത്ഥിച്ചു. എന്നിട്ട് ഇത് യേശു പറഞ്ഞു, ഇനി നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും വിളമ്പുവിൻ എന്ന് പറഞ്ഞു. കൂട്ടുകാരെ, അവർ ഇതുവരെ കുടിച്ചിട്ടില്ലാത്ത അത്രയ്ക്ക് സ്വാദുള്ള ഒരു വീഞ്ഞന്ന് അവർ കുടിച്ചു. അപ്പോൾ അവിടത്തുള്ള വിരുന്നുവാഴികൾ ചോദിച്ചു, ഇത്രയും നേരം നിങ്ങൾ ഈ നല്ല വീഞ്ഞ് തരാത്തെന്തായിരുന്നു? വളരെ അധികം രുചിയുള്ളതായിരുന്നു. അന്ന് അവിടെ ഒരു അത്ഭുതം നടന്നു. കൂട്ടുകാരെ, യേശു ആദ്യം ചെയ്ത അത്ഭുതമായിരുന്നു കാനാവിലെ കല്യാണത്തിലെ വീഞ്ഞ് പച്ചവെള്ളം വീഞ്ഞാക്കി.